നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് ലേറ്റ് ആവുമെന്ന് ഉറപ്പാ. നിർത്ത്. എന്താടാ നീ വണ്ടി തിരിച്ചേ. വണ്ടി തിരിക്ക്, ഞാൻ പറയാം. തിരിക്കടാ, തിരിക്ക്. അങ്ങോട്ട് 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 റൈറ്റിലേക്ക് റൈറ്റിലേക്ക്. ഇവിടെ നിർത്തല, അവിടെ നിർത്തടാ. എന്ത് പറ്റി? അല്ല, ഓട്ടോ കിട്ടുന്നില്ല. ഓ, അത്രേ ഉള്ളോ? ഇവൻ കൊണ്ടുവിടും. ഞാനോ? ബിരാരി മഞ്ജു കയറിയിരിക്കെ. അതൊന്നും വേണ്ട, ഞാൻ സ്റ്റാൻഡിൽ പോയി ടാക്സി അയച്ചുതരാം. എന്തിനാടാ വെറുതെ പാഴ്ചെലവ്? മഞ്ജുവിനെ സ്റ്റേഷൻ മുമ്പിൽ ഇറക്കിയിട്ടാ പോരെ? അപ്പൊ നീ എന്ത് ചെയ്യും? എടാ, ഞാൻ നടന്നോ കാളവണ്ടി എങ്ങനെയെങ്കിലും വന്നോളാം. എടാ, നീ മഞ്ജുവിനെ കൊണ്ടുപോ. ദേ, കൂടുതൽ നമ്പർ കളിക്കാലേ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു പറയും. അത് വേണോ? വേണ്ട. ആ, എന്നാ മഞ്ജു കയറിക്കോട്ടെ. ആ, കേറ്. ആ, ചെല്ലി, വേഗം ചെല്ലി. ബൈ. യോ, ദൈവമേ, ബസ് കാശില്ലല്ലോ. ആ, ലിഫ്റ്റ് അടിക്കാം. അത് ഞാൻ പോകണം സാർ. ഗിരി, ഒരു നിമിഷം. നിങ്ങളെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും സന്തോഷായി. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ. ഞാൻ പലപ്പോഴും മഞ്ജുനോട് പറയാറുണ്ട്, ക്ഷമയോടെ കാത്തിരുന്ന മാത്രം മതിയെന്ന്. പതുക്കെ ഗിരിയും ഭാനുമതി അമ്മയും തെറ്റിദ്ധാരണ എല്ലാം മാറി എല്ലാം മനസ്സിലാക്കി മോളെ അംഗീകരിക്കുമെന്ന്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. ആശ്വാസായി. മഞ്ജുവും ഗിരിയും ഒരുമിച്ച എല്ലാ തരത്തിലും അപകടമാവും. ആ ഗിരി, എന്നാലും എന്റെ ഗിരിയെ, ഇത്ര പെട്ടെന്ന് നീ നിന്റെ നിലപാട് മാറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും കാലം പോലീസുകാരെ കൊല്ലുന്നും പറഞ്ഞ് നടന്ന ആളാണ് ഇപ്പൊ ഭർത്താവ് ഉദ്യോഗം ചെയ്യുന്ന ആളെ പോലെ ഭാര്യയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അല്ല, നിന്റെ അച്ഛനെ കൊന്നത് പോലീസുകാരാണെന്നുള്ള കാര്യം നീ മറന്നോ? എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു ഒരു പുലി തന്നെ. ഇവള് ഗിരിയെ പോലീസുകാരുടെ മുമ്പിലെ അടിയറവ് പറയിപ്പിച്ചു. എത്ര ആണുങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നടത്തിയെടുത്തത്. വെൽഡൻ മഞ്ജു, ഇപ്പോഴാണ് നീ ശരിക്കും മാധവന്റെ മകളാണെന്ന് തെളിയിച്ചത്. മോളുടെ അച്ഛന് പോലും ഇത്രയും കാലമായിട്ട് സാധിക്കാത്ത കാര്യമാണ് നീ സിമ്പിളായിട്ട് ചെയ്തത്. ഗിരിയെ പോലീസിന്റെ മുമ്പിലേ മുട്ടുകുത്തിച്ചല്ലോ. താൻ എന്തൊക്കെയോട് പറയണത്? പോലീസുകാരെന്താ പകപോക്കം നടക്കാണെന്നാണോ തന്റെ വിചാരം? താൻ വാ പൊളിക്കണത് വിഷം ചീറ്റാൻ മാത്രമായിരിക്കും അല്ലേ? മിണ്ടാതിരുന്നോണം. ഇയാള് പറയുന്നതൊന്നും ഗിരി കാര്യാക്കി എടുക്കരുത്. ഈ സ്റ്റേഷൻ ഞങ്ങൾക്കൊരു കുടുംബം പോലെയാണ്. ഗിരി ഇപ്പോ ഈ കുടുംബത്തിന്റെ ഒരു ഭാഗ. ഏയ് മതി, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ എന്റെ അച്ഛനെ കൊന്നവരുടെ കുടുംബത്തിന്റെ ഭാഗമാണല്ലേ? ഈ യൂണിഫോമിന്റെ എല്ലാരും എന്റെ ശത്രുക്കളാ, ഇവളടക്കം.
ഒരു ലിഫ്റ്റ് കൊടുത്തു എന്ന് കരുതി എന്റെ മനസ്സലിഞ്ഞു പോയെന്ന് ആരും കരുതണ്ട. താൻ എന്താ പറഞ്ഞത്? ഞാൻ മഞ്ജുവിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞെന്നോ? അതിന് ഗിരി വേറെ ജനിക്കണം. ഇവളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടില്ല ഫ്രാൻസിസെ. ഇവള് മാധവന്റെ മകളാണെങ്കിൽ ഞാൻ ശങ്കരന്റെ മകനാണ്.